അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കൊക്കെയും അറിയുന്ന ചരിത്രമാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെയും യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെയും ചരിത്രം. അതായത് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രിയപ്പെട്ട മകനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ചെറുപ്പത്തിൽ തന്നെ അവിടുത്തെ സഹോദരങ്ങൾ ബാപ്പയിൽ നിന്ന് വേർപ്പെടുത്തി. അങ്ങനെ കുറേ കാലം യൂസുഫ് നബി അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത ആ കാലഘട്ടം, യാക്കൂബ് നബി അലൈഹിസ്സലാം വളരെ വിഷമിച്ച് ജീവിച്ച ആ കാലഘട്ടം മഹാന്മാർ ഈ ചരിത്രം പറയുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ആ സന്ദർഭത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിലേക്ക് ഒരിക്കൽ സ്വപ്നം കാണുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുകയാണ്. അപ്പോഴാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു, അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അതെ, ഏതായാലും യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകൻ യൂസുഫ് മരണപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരങ്ങളൊക്കെ യാക്കൂബ് നബി അലൈഹിസ്സലാം എനിക്ക് കിട്ടുകയും എന്ന് മാത്രമല്ല, ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ് യൂസുഫ് നബി അലൈഹിസ്സലാം എനിക്ക് തിരിച്ച് കണ്ടുമുട്ടാൻ സാധിക്കുമെന്നുള്ള ആ വാഗ്ദാനമൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ടും യാക്കൂബ് നബി അലൈഹിസ്സലാമും ധാരാളം കരയുകയായിരുന്നു, വിഷമിക്കുകയായിരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാമിനിക്ക് പിന്നീട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടതിൻ്റെ ശേഷമൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം പിന്നീട് ഒരു ചോദ്യം ചോദിക്കുന്നു, അല്ല, നിങ്ങൾക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഒരു കുറവും വന്നിട്ടില്ല, വരികയില്ല, അല്ലാഹു വരുത്തുകയില്ല, നിങ്ങളെ കണ്ടുമുട്ടിയിട്ട് യൂസുഫ് നിങ്ങൾ മരണപ്പെടുകയില്ലോ എന്നുള്ള ആ സന്തോഷ വാർത്തക്ക് അല്ലാഹു അറിയിച്ചിട്ടും നിങ്ങൾ എന്തേ ഇക്കാലം വരെ വിഷമത്തിലായിരുന്നത്, ഇക്കാലം വരെ നിങ്ങളെ വേജാലായിരുന്നത്, ദുഃഖിച്ചിരിക്കാനുള്ള കാരണം എന്തേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്. അതായത്, ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ് എൻ്റെ റബ്ബ് യൂസുഫിന് എനിക്ക് കണ്ടുമുട്ടാനുള്ള അവസരം നൽകും പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് ഉണ്ടായിരുന്നത് എൻ്റെ മകനെങ്കാലും എൻ്റെ ഈ ദീന് വിട്ട് അല്ലാഹുവിനെ മറന്നിട്ടുള്ളൊരു ജീവിതം ആയിപ്പോകുമോ, അവനെ തർബിയത്ത് ചെയ്യാനും അവൻ്റെ ഈ ദീനിലേക്ക് കൊണ്ടുവരാൻ ആരുണ്ട് എന്നുള്ള ആ വലിയൊരു ബേജാറ് എനിക്കുണ്ടായിരുന്നു. അതേ, ഈ ദീന് വിട്ട്, ഈ ഇസ്ലാം വിട്ട് അല്ലാഹുവിനെ മറന്നിട്ടുള്ളൊരു ജീവിതമായിട്ട് അങ്ങനെയുള്ളൊരു യൂസുഫാണോ എനിക്ക് കണ്ടുമുട്ടാനുള്ള അവസരം കിട്ടുകയുള്ളൂ എന്നുള്ള പേടി എനിക്കെന്നും ഉണ്ടായിരുന്നു എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുകയുണ്ടായി. ഇതിലൂടെ നമുക്ക് ധാരാളം ചിന്തകൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ മക്കളുടെ ഈമാന്റെ വിഷയത്തിൽ, അവരെ കൽബിൽ അല്ലാഹുവിന്റെ ചിന്ത ഇട്ട് കൊടുക്കുന്ന വിഷയത്തിൽ മാതാപിതാക്കൾ എത്രമാത്രം താല്പര്യമുള്ളവരാകണം, എത്രമാത്രം ആ വിഷയത്തിൽ ഗൗരവമുള്ളവരാകണം എന്നുള്ളത് യാക്കൂബ് നബി അലൈഹിസ്സലാം ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മക്കൾ എന്തുമാകട്ടെ, അതൊന്നും പ്രശ്നമല്ല, ദുനിയാവിൽ കുറച്ച് പണക്കം ഉണ്ടാക്കിയാൽ എന്നൊന്ന് വയസ്സം കാലത്ത് നോക്കുന്നൊരു മക്കളായി കിട്ടിയാൽ എന്ന് മാത്രം ചിന്തിച്ചത് കൊണ്ടൊന്നും കാര്യമായില്ല. നാം ചിന്തിക്കേണ്ടത്, അവരെ കൊണ്ട് എനിക്ക് ദുനിയാവ് കിട്ടിയില്ലെങ്കിലും അവരെ കൊണ്ട് എനിക്ക് ആഖിറം കിട്ടണമെന്നുള്ള ആ വലിയൊരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. ഇല്ലെങ്കിൽ അത്തരത്തുള്ള മക്കളെ കൊണ്ടൊരു ഉപകാരം നമുക്കുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മാതാപിതാക്കളാകാനും നമ്മളെ മക്കളൊക്കെ നല്ല നിലക്ക് തർബിയത്ത് ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.